ഗൈസ് നമ്മൾ വന്നിട്ടുള്ള പറഞ്ഞാൽ നമ്മളെ വണ്ടിൻ്റെ വർക്ക് കാണിച്ചു തരാം. നമ്മളൊരു പൾസർ 150 നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകൾ കാണിച്ചു തരാം. നമ്മൾ വന്നിരുന്നു ഇതാണ് നമ്മളെ വണ്ടി. അപ്പോൾ നമ്മൾ ഇതിന്മേൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് വന്നിരുന്നത്. ഗൈസ് ഞാൻ ചെയ്ത വർക്കാണ് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളെ പൾസർ 150 ഗൈസ്. നമ്മളിപ്പോൾ നമ്മളെ പൾസർ 150 ചെയ്ത വർക്ക് പറഞ്ഞാൽ നമ്മൾ ബാക്കത്തെ കമ്പി മാറ്റിയിട്ടുണ്ട്. നമ്മൾ 220 കമ്പി കയറ്റിക്കണം. അതിന് സ്റ്റിക്കറും ചെയ്തിരിക്കണം. പിന്നെ ജസ്റ്റ് ഒരു ഹോളിവുഡത്തെ ഒരു ലോഗോ നമ്മൾ കയറ്റിയിരിക്കണം. പിന്നെ നമ്മൾ ജസ്റ്റ് വണ്ടി എഞ്ചിനൊന്ന് പെയിൻ്റ് അടിച്ചിരിക്കണം കേട്ടോ. നല്ല മാറ്റ് ബ്ലാക്കാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്, കണ്ടുണ്ടാവും. അപ്പോൾ വണ്ടി ഒന്ന് കേൾക്കിയതാണ് ഒരു വട്ടം. പിന്നെ പറഞ്ഞാൽ നമ്മൾ ടാങ്കുമ്പോൾ നമ്മളെ പൾസർ എന്നുള്ള പേര് മാറ്റി ഗോഡ്സിലാണ് ആക്കിയിരിക്കണം. പിന്നെ നമ്മളവിടെ പ്രോ ഡിസ്ക് കയറ്റിയിട്ടുണ്ടോ, ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ പ്രോ ഡിസ്ക് കയറ്റിയിട്ടുണ്ട്. അത് അടിപൊളിയാണ്, കാണുമ്പോൾ ലുക്കുണ്ടോ. ഫ്രണ്ട് സൈഡ് ഞാൻ കാണിച്ചിട്ടാണ് നമ്മൾ പ്രോ ഡിസ്ക് കയറ്റിയിരിക്കണം. നമ്മൾ ചെയ്തിരിക്കണ പറഞ്ഞ വർക്ക് പറഞ്ഞാൽ നമ്മളിതാണ് NS 200 കണ്ണാടിയാണ് കയറ്റിയിരിക്കുന്നത്. പിന്നെ ബ്രേക്ക് ലിവർ ജസ്റ്റ് ഒന്ന് മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ പറഞ്ഞാൽ നമ്മൾ സീറ്റ് മാറ്റിയിരിക്കണം. സീറ്റ് നമ്മൾ ഡബിൾ സീറ്റ് ചെയ്തതാട്ടോ, കസ്റ്റമൈസ് ചെയ്ത സീറ്റാണ്. സീറ്റ് ശരിക്കും മുറിച്ചിട്ട് ചെയ്തതാണ്. വേറെ 220 180 ഒന്നും സീറ്റ് നമ്മൾ വെച്ചതല്ല, കസ്റ്റമർ ചെയ്തതാണ്. പിന്നെ ചെയ്ത വർക്ക് പറഞ്ഞാൽ നമ്മൾ ഫോഗ് ലൈറ്റ് കയറ്റിയതാട്ടോ. ഫോഗ് ലൈറ്റ് നമ്മൾ 2 സൈഡ് കയറ്റിയിട്ടുണ്ട്. അത് 7 മോഡലാണ് ഇതിമുള്ളത്. യെല്ലോ, വൈറ്റ് യെല്ലോ, പിന്നെ 2 ബ്ലൂ റെഡ്, അങ്ങനെ പല മിക്സ്ഡായിട്ട് കത്തുന്ന ലൈറ്റുകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത്ര ഉള്ളൂ നമ്മൾ പൾസറിന് ചെയ്തിട്ടുള്ള വർക്ക് പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഒരു പൾസർ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബാക്കത്തെ കമ്പി മാറ്റുക. പിന്നെ സീറ്റ് ആണെന്നുണ്ടെങ്കിൽ മാറ്റിയത് കസ്റ്റമൈസ് ചെയ്താൽ ഒന്നുകൂടി ബെറ്ററാവും. ചില 220 180 ഒക്കെ ഇടുന്നവരുണ്ട്. അങ്ങനെ ഇട്ടാൽ ചിലപ്പോൾ നമ്മളത് ലോക്ക് ഡബിൾ ലോക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് സീറ്റ് കസ്റ്റമൈസ് ചെയ്യാവുന്നുള്ളൂ. അത്രേ ഉള്ളൂ നമ്മൾ ഇതിമ്മ ചെയ്ത വർക്ക്. ഇപ്പോൾ അടുത്ത് ചെയ്യാനുള്ള വർക്ക് പറഞ്ഞാൽ നമ്മൾ ഇതിമ്മ അടുത്ത ടയർ കയറ്റാൻ പോകാം. ടയർ നമ്മൾ ഓൾറെഡി ഇതിമ്മൊരു 220 ടയർ കയറ്റിയിരുന്നു. 150ക്ക് 220 ടയർ ഇടുമ്പോൾ ഓൾറെഡി സൈഡൊക്കെ തട്ടലുണ്ട്. ഇതിൻ്റെ തട്ടിന്ന് അതിൻ്റെ ശേഷം നമ്മളത് ഒഴിവാക്കിയതാണ്. ഇപ്പോൾ അടുത്ത കയറ്റാൻ പോണത് 220 ടയർ തന്നെയാണ്. ഇല്ലാന്നിട്ട് അതിനെ കുറച്ച് വലിയ സൈസ് കിട്ടി നമ്മൾ അതും കയറ്റും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കണേ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്രയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.